الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിൻ്റെ വഴിയിൽ രണ്ട് കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് മനുഷ്യർക്ക്. ഒന്ന് ഹിദായത്തും മറ്റേത് ലലാലത്തും. ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതൊരു മനുഷ്യൻ അവൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കാനുള്ള മാനസികാവസ്ഥ കിട്ടുന്നുവോ അവൻ ഹിദായത്തിലാണ്. ഏതൊരുത്തൻ അവൻ്റെ ദൈനംദിന വിഷയത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കുന്ന മാനസികാവസ്ഥയാണ് എങ്കിൽ അവൻ ലലാലത്തിലും ആണ്. ഈ രണ്ട് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് റിസാലത്ത് ഉണ്ടായത്. നൂഹ് നബി തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെയുള്ള മുർസലീങ്ങളായി വന്നത് ഈ രണ്ട് വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. മറ്റേതെങ്കിലും മതത്തിൽ ജീവിക്കുന്ന സമൂഹത്തെ ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല മുർസലീങ്ങളെ ജോലി. ആ ധാരണ നാം തിരുത്തണം. വേറെ ഏതൊക്കെയോ മതത്തിൽ ജീവിക്കുന്നവരെ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യിപ്പിക്കാനാണ് പ്രവാചകന്മാരെ അള്ളാഹ് അയച്ചത് എന്ന് നാം വിശ്വസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആ വിശ്വാസത്തിന് വലിയ
പ്രാധാന്യം നൽകുന്നുണ്ട്. അത് ശരിയല്ല. ഇസ്ലാമിന്റെ ഉള്ളകത്തുള്ളവർ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയമായ ഹിദായത്തിൽ നിന്ന് ലലാലത്തിലേക്ക് തെറ്റിയപ്പോൾ ഹിദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തം. അതാണ് ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞത്. ഇവിടെ നാം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. വർത്തമാന കാലഘട്ടത്തെ അഷ്റഫുൽ ഖൽക്കിന്റെ കാലഘട്ടവുമായി ബന്ധിപ്പിക്കാത്ത കാലത്തോളം നമുക്ക് ഹക്കും ബാത്തിലും തിരിച്ചറിയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് നാം റസൂലുള്ളാഹി തങ്ങളുടെയും സഹാബാക്കളുടെയും കാലഘട്ടവുമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തെ ബന്ധിപ്പിച്ച് ആ ചരിത്രത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതിലൊരു ചതിയുണ്ട്. ലോകത്ത് സലഫിയത്തും ഷീഇയ്യത്തും വേർപിരിഞ്ഞ കാലം മുതലേ ആ ചതി വളരെ ശക്തമായി ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. സലഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നാം മാ ഖാലല്ലാഹു വമാ ഖാല റസൂലുള്ളാഹി വഅസ്ഹാബു റസൂലില്ലാഹ്, അള്ളാഹു പറഞ്ഞത്, അള്ളാന്റെ റസൂല് പറഞ്ഞത്, റസൂലിന്റെ പ്രഥമ വിദ്യാർത്ഥികളായ സഹാബാക്കൾ പ്രവർത്തിച്ച് കാണിച്ചു തന്നത്, അതിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ വിഷയം. അതാണ് പ്രമാണം. ആ കാലഘട്ടത്തിൽ നിലവിലുള്ളവർ വേറെ ഏതെങ്കിലും മതത്തിലുള്ളവരാണോ? ഖുറൈശികൾ വേറെ ഏതെങ്കിലും മതക്കാരാണോ? ഇസ്ലാം അല്ലാത്തൊരു മതം അവർക്ക് പരിചയമുണ്ടോ? ഞാൻ ചോദിക്കുന്നത് അതാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത്? ഉലമാക്കൾക്കടക്കം കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. എന്തു കാര്യമുണ്ടതിന്? 1000 കൊല്ലത്തോളം ഖുറൈശികൾ ഹിന്ദുക്കൾക്ക് തുല്യമാണ് എന്ന പച്ചക്കള്ളം ഇവിടുത്തെ പുരോഹിതന്മാർ പ്രചരിപ്പിച്ചിട്ടുണ്ട് സലഫിയത്തിനെ എതിർക്കാൻ, സലഫിയത്തിനെ തകർക്കാനും സലഫിയത്ത് മുന്നോട്ട് വെക്കുന്ന ആദർശമുഖങ്ങളെ ഇല്ലാതാക്കാനും. ഖുറൈശികൾ പൂർണ്ണമായും ഉമർ ബിൻ ഖത്താബിനെ പോലെ, അല്ലെങ്കിൽ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ പോലെ, അല്ലെങ്കിൽ അബൂജഹൽ ഉത്ബത്ത് ഷൈബത്തുമാരെ പോലെ അവരൊക്കെ ഇവിടുത്തെ ഹിന്ദു മതക്കാർക്ക് തുല്യമായ മതക്കാരാണെന്നും അമ്മതത്തിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ള അവരെ കൺവെർട്ട് ചെയ്യിപ്പിച്ചതാണ്, അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ഉണ്ടായതെന്നും ആ മുസ്ലിമീങ്ങളാണ് നമ്മളൊക്കെ എന്ന് ഇവിടുത്തെ ഷിയാക്കളടക്കം വാദിക്കുന്നു. സെൽഫികൾ എന്ന് പറയുന്നവരും ഒരു ഞഞ്ഞ മുഞ്ഞ ആഫാഫ് കളി കളിക്കുന്നു. കൃത്യമായി വ്യക്തമായ ഒരു ബോധം കിട്ടുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്, കിട്ടുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ ജനകീയതയും ബഹുസ്വരതയും മുസ്ലിം എന്ന അഡ്രസ്സിൽ പലരെയും കൂട്ടുപിടിക്കുന്നതിന് മൗലാനമാരെയും ശൈഖുനമാരെയും സെലഫി നേതൃത്വം കൂട്ടുപിടിക്കുന്നതിന്റെ പിറകിലുള്ള ഈ വിവരക്കേട് നാം തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഹംസ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് വന്നതാണ്. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് ഏത് മതത്തിൽ നിന്നാണ്? ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് ഏത് മതത്തിൽ നിന്നാണ്? ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതും ഹംസ റളിയല്ലാഹു അൻഹു പിന്നെ ഉഹദിൽ ഷഹീദായതൊക്കെ നമ്മൾ നന്നായിട്ട് ചരിത്രം അറിയുന്നവരാണ് നാം. ഈ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് ഹിജ്റ നുബുവത്തിന്റെ 6ാം കൊല്ലമോ 7ാം കൊല്ലമോ ആണ്. ഏത് മതത്തിൽ നിന്നാണ്, ഏത് മതം വിട്ടിട്ടാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്? ഹിന്ദുമതം വിട്ടിട്ടാണോ? ഹംസ റളിയല്ലാഹു അൻഹു ഹിന്ദു മതത്തിലായിരുന്നോ? ഹിന്ദുമതം മീൻസ് ആര്യമതത്തിലോ ദ്രാവിഡ മതത്തിലോ ആണോ? ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് ക്രിസ്തുമതം വിട്ടിട്ടാണോ? ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് ജൂതമതമോ മജൂസി മതമോ വിട്ടിട്ടാണോ? ക്ലിയർ ആക്കണം നാം. വെറുതെ കഥ പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ ശരിയാകുകയില്ല. തൗഹീദ് നാം അംഗീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ തൗഹീദിന്റെ അതിന്റെ ശരിയായ സോഴ്സ് മനസ്സിലാക്കിയേ പറ്റൂ. എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാകണമെങ്കിൽ. അല്ലെങ്കിൽ ഞാനും തൗഹീദാണ്, ഞാനും മുവഹീദാണ്, ഞാനും സംഘടനയിലുള്ള ആളാണ്, ഞാനും മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒതുങ്ങി കൂടേണ്ടി വരും. ഞാൻ ചോദിക്കുന്നത്, ഹംസ റളിയല്ലാഹു അൻഹു ഏതു മതത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നത്, ഷഹാദത്ത് ചൊല്ലി വന്നത്? ഹംസ റളിയല്ലാഹു അൻഹു പൂർവികമായി ഇസ്ലാമിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഞാൻ കേരളക്കാരോടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് പരിമിതികളുണ്ട്, ഭാഷാപരമായ പരിമിതികൾ. ഇസ്ലാമിൽ നിന്നാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. എന്താ ആ മതം പോരെ? അതെ, വികലമാക്കപ്പെട്ടൊരു ഇസ്ലാമുണ്ട്, ശിർക്കിൽ മിശ്രിതമാക്കപ്പെട്ടൊരു ഇസ്ലാമാണ് ഇബ്രാഹിമി മില്ലത്തിൽ ഖുറൈശികൾ സ്വീകരിച്ചു പോകുന്നത്. ആ മിശ്രിതം ഒഴിവാക്കി ഇബ്രാഹിം മില്ലത്തിലെ ഒറിജിനൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത്.
ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, ഉലമാക്കളോട് ഞാൻ ചോദിക്കുന്നത്, എനിക്കത് തെറ്റാണെങ്കിൽ പറഞ്ഞതാ, ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ, അതായത് ഹംസ റളിയല്ലാഹു അൻഹു വേറെ ഏതോ മതത്തിലായിരുന്നു, ആ മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്തിട്ട് കലിമ ചൊല്ലി ഇങ്ങോട്ട് വന്നതാണ് എന്നാണ് ശരിയെങ്കിൽ ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ ചരിത്രം അതല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച. ഹംസ റളിയല്ലാഹു തആല അൻഹു പാരമ്പര്യ മുസ്ലിമാണ്, കൃത്യമായി നിസ്കരിക്കുന്ന മുസ്ലിമാണ്, കൃത്യമായി നോമ്പ് വെക്കുന്ന ആളാണ്, ആശൂറ നോമ്പ് ഒന്നും ഒഴിവാക്കാറില്ല, കൃത്യമായി കഅബൻ തവാഫ് ചെയ്തിട്ടേ ഏതെങ്കിലും നാട്ടിലേക്ക് പോവുള്ളൂ, എവിടെന്തെങ്കിലും തിരിച്ചു വന്നാലും കഅബൻ തവാഫ് ചെയ്തിട്ടേ വീട്ടിലേക്ക് പോവുള്ളൂ. അത്ര കൃത്യമായി അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ച് ദുആ ചെയ്ത് വാങ്ങുന്ന ആളാണ് ഹംസ. പിന്നെ ഹംസക്ക് പറ്റിയത് എവിടെയാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിനെ പോലെ, വദ്ദ് തങ്ങളെപ്പോലെ, സുവാദ് തങ്ങളെപ്പോലെ മരിച്ചുപോയ മഹാന്മാരിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ എന്ന വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്ന് അല്ല അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നതിലേക്കാണ് ഹംസ അള്ളാഹുവിന്റെ കൺവെർട്ടിങ്. അല്ലെങ്കിൽ എല്ലാം നിങ്ങൾ പറ, ഞാൻ നിങ്ങൾക്ക് തെളിവ് പറഞ്ഞുതരാം. അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഒന്നും രണ്ടും തവണ പറഞ്ഞാൽ ഇപ്പൊ തലി കയറിക്കൊള്ളണമെന്നില്ല, സലഫികൾക്ക് പോലും തലി കയറിക്കൊള്ളണമെന്നില്ല, എന്നിട്ടല്ലേ പിന്നെ ഷിയാക്കൾക്ക് തലി കയറാൻ. ഹംസ റളിയല്ലാഹു തആല അൻഹു വേട്ടക്ക് പോകുന്ന ഒരാളാണ്. വേട്ട കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആൾക്കാർ ചുറ്റും കൂടും വേട്ടക്കഥകൾ കേൾക്കാൻ. ഒരു നല്ല നായാട്ടുകാരനാണ് ഹംസ റളിയല്ലാഹു അൻഹു. പുലിയെയും സിംഹത്തെയും എല്ലാം വേട്ടയാടാൻ ധൈര്യമുള്ള ആളാണ്. അന്ന് അറബ് രാജ്യത്തിന്റെ പരിസര കാടുകളിൽ കാട്ടുമൃഗങ്ങൾ ഒരുപാടുള്ള കാലമാണ്. തിരിച്ചു വന്ന് നായാട്ടിന് നടന്ന സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടി ജനങ്ങളൊക്കെ കൂടും, ചെറുപ്പക്കാർ പ്രത്യേകിച്ചിട്ട് കൂടും. സ്പോർട്സിന് കളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ ഇഷ്ടപ്പെട്ട താരങ്ങളെ നാട്ടിൽ വന്ന പിള്ളേർ ഒരുമിച്ച് കൂടുന്ന കഥ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഹംസ റളിയല്ലാഹു തആല അൻഹു അന്ന് ഒരാഴ്ചയോളം നീണ്ടു നിന്ന യാത്രയും കഴിഞ്ഞ് തിരിച്ചു വന്ന സന്ദർഭത്തിൽ ആൾക്കാർ കൂടുന്നതിന് പകരം ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോട് വല്ലാത്തൊരു സംഭവം വിശദീകരിക്കാനാണ് എല്ലാവരും തയ്യാറായത്. എന്താ കാര്യം? സഫാ മലയുടെ ഓരത്ത് അഷ്റഫുൽ ഖൽക്ക് ദഅവത്തിന്റെ ക്ഷീണവും പേറി അനങ്ങാതെ സ്വസ്ഥമായി ഒരിടത്തിരിക്കുമ്പോൾ അബൂജഹൽ വന്നിട്ട് അഷ്റഫുൽ ഖൽക്കിനെ വല്ലാതെ അങ്ങ് ചീത്ത പറയുകയും ഉപദ്രവിക്കുകയും ഒരുപാട് തെറി പറയുകയും ഒരുപാട് നേരം അത് തുടരുകയും അഷ്റഫുൽ ഖൽക്ക് ഒന്നും മിണ്ടാതെ അനങ്ങാതിരിക്കുകയും ചെയ്ത സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രീതിയിൽ മാനസികമായി ഒരുപാട് പീഡനം സഹിച്ചിരിക്കുമ്പോഴാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു, അന്ന് മുസ്ലിമല്ല, അന്ന് പാരമ്പര്യ മുസ്ലിമാണ്, നമ്മളെ ഭാഷയിൽ പറഞ്ഞ അന്ന് സലഫി അല്ല ഷീഇയാണ്. എന്നിട്ട് മനസ്സിലാകുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ മനസ്സിലാക്കി തരേണ്ടത്? ഹംസ റളിയല്ലാഹു അൻഹു ആ സമയത്ത് സലഫി അല്ല, എന്ന് വെച്ചാൽ അള്ളാഹു മാത്രം എന്ന പ്രയോഗക്കാരനല്ല, മറിച്ച് ഷീഇയാണ്, എന്ന് വെച്ചാൽ അള്ളാഹുവിനോടൊപ്പം മറ്റു മഹാന്മാരും വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹു മക്കയിലേക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. വില്ല് കയ്യിലുണ്ട്, അമ്പിന്റെ കൊട്ടയും തോളിൽ താത്തിയിട്ടുണ്ട്, ചുമലിൽ താത്തിയിട്ടുണ്ട്. ആ രീതിയിൽ അവരുടെ സമ്പ്രദായം അനുസരിച്ച് എന്ത് ജോലി കഴിഞ്ഞ് വന്നാലും തവാഫ് ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അപ്പുറത്ത് ജാറത്തിൽ പോയിട്ട് ഇലാഹദ്രത്തി വിളിക്കുന്ന സമ്പ്രദായക്കാരാണ് അവര്. ഹംസ ആ രീതിയിൽ അങ്ങോട്ട് പോകുമ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന്റെ ഭാര്യ ഹംസാനെ വിളിച്ചിട്ട് ഈ കാര്യം ഗൗരവത്തോടെ പറയുന്നത്. ഈ രീതിയിൽ അബൂജഹല് നിങ്ങളെ മോനെ വല്ലാതെ ചീത്ത പറഞ്ഞു, ഞങ്ങൾക്കൊന്നും കേട്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഹംസ ചോദിക്കുന്നു, ആരും അതിനെ തടയാൻ ഉണ്ടായിട്ടില്ലേ? ഇല്ല, ആരും ഉണ്ടായിട്ടില്ല തടയാൻ. ആ കൂട്ടത്തിൽ ബനൂ ഹാഷിമിൽപ്പെട്ട ആരും ഉണ്ടായിട്ടില്ല, മറ്റുള്ളവർ തടഞ്ഞിട്ടുമില്ല. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അബൂജഹലിനെയും പരിധിയിട്ട് ഹംസ പോകുകയാണ്. പോകുമ്പോൾ ഒരു ക്ലബിൽ മദ്യപിച്ച് ലക്ക് കെട്ട് മുറവിളി കൂട്ടുകയാണ് അബൂജഹല്. നേരെ കയറി ചെന്ന് ചോദിക്കാനും പറയാനൊന്നും നിന്നിട്ടില്ല. ഹംസ വരുന്നത് കണ്ടപ്പോൾ, ഹംസന്റെ വരവിന്റെ കോലം കണ്ടപ്പോൾ ഒന്നിച്ചുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി. ഈ ആവനാഴിയിൽ നിന്നൊരമ്പെടുത്ത് അബൂജഹലിന്റെ തലക്ക് നന്നായിട്ട് രണ്ട് കൊടുത്തു. അബൂജഹലിന്റെ തല പൊട്ടി കീറി ചോര വന്നു. നീ എന്റെ മകനെ ഇന്നതൊക്കെ പറഞ്ഞു അല്ലടാ, എന്റെ മകൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ ചീത്ത പറഞ്ഞത്? എന്റെ മകന്റെ ദീൻ നിനക്ക് പിടിക്കാത്തതാണ് കാര്യമെങ്കിൽ ഞാനും എന്റെ മകന്റെ ദീനിലാണ്, ഹംസ പറഞ്ഞു.
ഹംസ പറഞ്ഞു. ഹംസ മുസ്ലിമായി എന്നല്ല അതിന്റെ അർത്ഥം. പരമ്പരാഗതമായി കുടുംബപരമായി ആരും പറയുന്ന ഒരു വാക്ക്. നീ ഇന്ന കാരണത്താലാണ് ഓനെ ചീത്ത പറഞ്ഞെങ്കിൽ ഞാനും അങ്ങനെ തന്നെ എന്ന് പറയുന്ന ആ ശൈലി. ഇതും പറഞ്ഞ് ഹംസ വീട്ടിലേക്ക് പോയി. എന്താണ് താരീഖിന്റെ ഉലമാക്കൾ കുറിച്ചിട്ടിരിക്കുന്നത്? ഇബ്നു കസീർ റഹിമഹുല്ലാനെ പോലെയുള്ളവർ, അതേപോലെ തന്നെ ഇബ്നു ഹജർ റഹിമഹുല്ലാൻ പോലെയുള്ളവർ അവരവരുടെ കിതാബുകളിൽ, താരീഖിന്റെ കിതാബുകളിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹംസ രാത്രി നേരം വെളുക്കുന്നത് വരെ ഉറങ്ങിയില്ല. ബാക്കി ഹംസ റളിയല്ലാഹു ആണ് പറയുന്നത്, എനിക്ക് ഉറക്കം വന്നില്ല. എന്താ ഉറക്കം വരാതിരിക്കാൻ കാരണം? ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ട ആ വിശ്വാസത്തിന് എനിക്ക് കുഴപ്പം വന്നു പോയോ? അള്ളാഹു എന്നെ വെറുത്ത് കളയുമോ? ഞാൻ മുഹമ്മദിന്റെ ദീനിൽ ചേർന്നു എന്ന് പറഞ്ഞു പോയല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഔലിയാക്കളെ തള്ളി പറഞ്ഞു എന്നെങ്ങാനും വന്നു പോകുമോ? അള്ളാഹ്ക്ക് എന്നോട് വല്ല വെറുപ്പും വരുമോ? ഇവിടെ നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് ദുനിയാവിൽ ജീവിക്കുന്ന കാസർഗോഡ് അടക്കമുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങൾ ഈ ഹംസ റളിയല്ലാഹുവിന്റെ പക്ഷക്കാരാണ്. ഹംസ റളിയല്ലാഹുവിന്റെ ആ പൂർവിക പക്ഷക്കാരാണ്. അവര് സലഫിയത്ത് സ്വീകരിക്കാത്തത്, സലഫികൾ ഔലിയാക്കൾ അംഗീകരിക്കാത്തവരാണ്, ജാറങ്ങളെ അംഗീകരിക്കാത്തവരാണ്. ജാറങ്ങളെ അംഗീകരിക്കാതെ വരുമ്പോൾ അള്ളാഹ് നമ്മളെ വെറുത്തെങ്കിലോ? ഇന്നത്തെ സലഫി ഷിയക്കളെ രീതി അതാണ്. നിങ്ങളൊരു സാധാരണക്കാരനായ കാസർഗോട്ടുകാരനായ ഒരു സാധാരണക്കാരന്റെ മനസ്സ് വായിച്ചു നോക്കി. അവര് സലഫിയത്തിനെ എതിർക്കുന്നത് കുടുംബപരമായോ ബിസിനസ് പരമായോ വിയോജിപ്പല്ല. അവർക്ക് അവരെ പുരോഹിതന്മാര് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത് അതാണ്. ഇവരെന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരില്ലാത്തവരാണ്, നബിതങ്ങളില്ലാത്തവരാണ്. ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് ഇവരുടെ മനസ്സിനെ അവരുടെ ഗ്രൂപ്പിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അത് പുരോഹിതന്മാർക്കറിയാം. പുരോഹിതന്മാർ അബൂ താലിബിന്റെ പക്ഷത്താണ്, സാധാരണക്കാർ ഹംസാന്റെ പക്ഷത്താണ്. ഇത് തിരിച്ചറിയണം നാം. ഇവിടുത്തെ സാധാരണക്കാർ, കേരളത്തിലെ സാധാരണ മുസ്ലിമീങ്ങൾ ഹംസ റളിയല്ലാഹുവിന്റെ പക്ഷത്താണ്. അതേസമയത്ത് ഇവിടുത്തെ മൗലാനമാരും ശൈഖുനമാരും അബൂ താലിബിന്റെ അനുയായികളാണ്. അവരുടെ മാനേജർ അബൂ താലിബാണ്. കാരണം അബൂ താലിബിന്റെ ദീനാണ് ഉലമാക്കൾ സ്വീകരിക്കുന്നത്, ഹംസാന്റെ ദീനാണ് സാധാരണക്കാരൻ സ്വീകരിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സലഫിയത്തിനെ, തൗഹീദിനെ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഔലിയാക്കളെ എന്തെങ്കിലും പറയേണ്ടി വരുമോ? ഔലിയാക്കളെ തള്ളേണ്ടി വരുമോ? ഔലിയാക്കളെയും മഹാന്മാരെയും തള്ളിയാൽ അള്ളാഹ് വെറുത്തേക്കുമോ? ആ വെറുപ്പ് പേടിച്ചിട്ടാണ് അവർ അംഗീകരിക്കാത്തത്. എന്നല്ലാതെ സലഫികളുമായിട്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമോ ദുന്യവിയോ ആയ വിയോജിപ്പിന്റെ പേരിലൊന്നും അല്ല. നേരെ മറിച്ച് ഉലമാക്കൾ അംഗീകരിക്കാത്തത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. മറ്റു പല വിയോജിപ്പിന്റെയും പേരിലാണ്. ചിലപ്പോൾ അതിന് സാമ്പത്തികമായ വിയോജിപ്പുകൾ കാണും, അംഗബലത്തിന്റെ വിയോജിപ്പ് കാണും. കാരണം ഷിയാക്കളെ കയ്യിലാണ് മിമ്പറുകളും മെഹ്റാബുകളും കോളേജുകളും മദ്രസകളും യതീംഖാനകളും മിസ്കീൻഖാനകളും സലഫി നേതൃത്വത്തിന്റെ കയ്യിലാണ്. ആ കൈമന്ന് വിട്ടുപോകാന്നുള്ളത് പുരോഹിതന്മാരെ സംബന്ധിച്ചോളം താങ്ങാൻ പറ്റൂല. അതന്നെ അബൂ താലിബും പറഞ്ഞത്. എന്നാൽ ഹംസ അങ്ങനല്ല. ഹംസ നിഷ്കളങ്കനാണ്, ഹംസ സാദാസീതക്കാരനാണ്. ഹംസക്ക് ദാറുൽ നദ്വയിലെ ഓഫീസിൽ വേറെ ജോലിയൊന്നുമില്ല. സാമ്പത്തികമായ മേഖലകളിലും ഹംസക്ക് ബന്ധമില്ല. ഹംസ ജാക്ക്പോട്ടുകാരനാണ്. നമ്മൾ പണ്ടേ പറയാറുണ്ടല്ലോ, അമ്പും വില്ലും എടുക്കുക, കാട്ടിച്ചെല്ലുക, വേട്ടയാടുക, എന്നിട്ട് ഹീറോ ആകുക. വേറെ കാര്യമൊന്നും ഹംസക്കില്ല. ഇന്ന് രാത്രി ഹംസ ഉറങ്ങിയില്ല. ഹംസ രാവിലെ വരെ ഹംസ റളിയല്ലാഹു പറയുന്നു, ഞാൻ നേരം വെളുക്കുന്നത് വരെയും തെരഞ്ഞും മറിഞ്ഞും കിടന്നു. എന്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി. ആ അസ്വസ്ഥതയിൽ ഞാൻ രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇവിടെ ഷീഈ മൊല്ലന്മാര് പറയേണ്ടത്, ഈ ഹംസ ദുആ ചെയ്ത അള്ളാഹു ആരാണ്? നിങ്ങൾ ഈ സാധാരണക്കാരനെ പറ്റിക്കാൻ പറയുന്നുണ്ടല്ലോ. ഖുറൈശികൾ അള്ളാഹ് എന്ന് പറഞ്ഞാൽ സമദീയത്തും അതേപോലെ തന്നെ സമദീയത്തും റുബൂബിയത്തും ഒക്കെ ഉള്ള അള്ളാഹ്. അള്ളാഹ്ക്ക് പകരം ഒരള്ളയായിരുന്നു അവർ സമർപ്പിച്ചത്. അതുകൊണ്ടാണ് അവർ കാഫിറായത്. നമ്മളങ്ങനെ അള്ളാഹ്ക്ക് പകരം ഒതിശക്കങ്ങളാന്ന് പറയുന്നില്ല. ഈ കള്ളത്തരമാണല്ലോ ഇവിടുത്തെ സാധാരണക്കാരനെ വഞ്ചിക്കാൻ ഇവിടുത്തെ ഷീഈ പണ്ഡിതന്മാര് പറയുന്നത്. ഇല്ല, ഒരിക്കലും ഖുറൈശികൾ പറയുന്ന അള്ളാഹ് ഒറിജിനൽ അള്ളാഹു തന്നെയാണ്. മുഹമ്മദുർ റസൂലുള്ള ദഅവത്ത് ചെയ്ത പ്രപഞ്ചത്തിന്റെ റബ്ബായ അള്ളാഹിനെ തന്നെയാണ് ഖുറൈശികൾ വിളിച്ചത്. ഇവിടെ സലഫികളെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഷീഈ മൊല്ലമാര് അനുയായികളോട് പറയും, ഖുറൈശികൾ വിളിച്ച അള്ളയല്ല നമ്മൾ അംഗീകരിക്കുന്ന അള്ളാഹ്. മുജാഹിദുകൾ നമ്മളെ ഖുറൈശികളെ പോലെ ആക്കുന്നു. ഖുറൈശികൾ നമ്മൾ അള്ളയെല്ലാം വിളിക്കുന്നത് അവരുണ്ടാക്കിയ വേറൊരു അള്ളയെ. ഇത് കള്ളമാണ്. ഇത് ജൂതന്റെ നേതൃത്വത്തിൽ ഷീഈ മേൽക്കോയ്മകൾ ഉണ്ടാക്കിയെടുത്തൊരു പച്ച കള്ളത്തരമാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹ്ക്ക് പകരക്കാരനാക്കിയിട്ട് അലി റാത്തീമോ അലി കുത്തുബിയത്തും കഴിക്കാൻ. ആ അബ്ദുല്ലാഹ് ഇബ്നു സബഈന്റെ അനുയായികളാണ്
ഇന്ന് ഷീയ്യത്തിന്റെ, അത് കാരന്തൂരിയൻ ഷീയ്യത്തായാലും ശരി, അതേപോലെ തന്നെ ചേളാരിയൻ ഷീയ്യത്തായാലും ശരി, അതേപോലെ മൂത്തേടൻ ഷീയ്യത്തായാലും ശരി, വ്യത്യസ്ത ബന്ധങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരന്തൂരിയൻ ഷീയ്യത്തിന് ബന്ധം ഇറാനിലെ ടെഹ്റാനുമായിട്ടാണ്. അതേസമയത്ത് മൂത്തേടൻ ഷീയ്യത്തിന് ബന്ധം സാക്ഷാൽ ഇസ്രായേലിന്റെ തലസ്ഥാനമായ തെല്ലവീവുമായിട്ടാണ്. അതേ അവസരത്തിൽ ചേളാരിയൻ ഷീയ്യത്തിന് ബന്ധം യമനുമായിട്ടാണ്. വ്യത്യസ്ത ബന്ധങ്ങൾ. അതെന്നുവെച്ചാൽ ഷീയ്യത്തിന് കടുപ്പം കൂടിയും കുറയും ചെയ്യുന്നു മാത്രം. ഇറാനിയൻ ഷീയ്യത്തിന്റെ കടുപ്പം യമനിയൻ ഷീയ്യത്തിനില്ല. ആ വ്യത്യാസമേ ഉള്ളൂ. ഈ രീതിയിൽ ഷീയ്യത്തിന്റെ ആൾക്കാർ ഇവിടുത്തെ സെൽഫി ചിന്താധാരയെ ഇല്ലാതാക്കി തീർക്കാനും സാധാരണക്കാരൻ പെട്ടുപോകാതിരിക്കാനും പറയുന്ന ഒരു കള്ളത്തരം. ഖുറൈശികൾ വിളിച്ച അള്ളാനെ അല്ല ഞങ്ങൾ വിളിക്കുന്നത്, പിന്നെ എങ്ങനെയാ ഖുറൈശികൾക്ക് ഇറങ്ങിയ ആയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന്. ഇത് കള്ളമാണ്. നമ്മൾ ഈ പറയുന്ന അള്ളാനെ തന്നെയാണ് ഖുറൈശികൾ വിളിച്ചത്. ഹംസ റളിയല്ലാഹു തആല അൻഹു രാത്രി എഴുന്നേറ്റിട്ട് പറയുന്നു, അല്ലാഹുമ്മ യാ റബ്ബ്, എന്റെ റബ്ബായ അല്ലാഹുവേ, ഇൻ കാന മാ ഖുൽതുഹു റുഷ്ദൻ, ഞാൻ അബൂജഹലോട് ദേഷ്യത്തിന്റെ കടുപ്പത്തിൽ ഒരു വാക്ക് പറഞ്ഞുപോയി. ഞാനും മുഹമ്മദിന്റെ ദീനിലാണ്, നീ നിന്റെ കോലം പോലെ ചെയ്, നിന്റെ സൗകര്യം പോലെ നീ ചെയ്, ഞാനും മുഹമ്മദിന്റെ ദീനിലാണ്, നീ എന്താ നിന്റെ കോലം നിന്റെ തനി തുറം കാണട്ടെ, മുഹമ്മദ് മാത്രല്ല ഞാനും മുഹമ്മദിന്റെ ഒന്നിച്ചുണ്ട്. ഏ അല്ലാ, ഞാനിത് പറഞ്ഞ വാക്ക് ഇൻകാന മാ ഖുൽതുഹു, ഞാനീ പറഞ്ഞ വാക്ക് റുഷ്ദൻ രക്ഷപ്പെടാനുള്ള സന്മാർഗത്തിന്റെ വാക്കാണെങ്കിൽ, മുഹമ്മദിന്റെ ദീൻ എന്റെ റുഷ്ദിനുള്ളതാണെങ്കിൽ, ഇവിടെ ശരിക്കും ഹംസന്റെ മനസ്സ് വായിക്കണമെന്നാ. ഹംസ റളിയല്ലാഹു തആല അൻഹു പേടിച്ചിട്ടാണുള്ളത്. കാരണം പൂർവ്വപിതാക്കന്മാരുടെ ദീൻ വിടുക എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരെ വിടലാണ്, ജാറങ്ങളെ വിടലാണ്. മാ വജദിന അലൈഹി ആബാഅന, ഞങ്ങളുടെ ഉപ്പുപ്പമാരും കാരണവന്മാരും തുടർന്നു കൊണ്ടുവന്നിരുന്ന ദീന വിടാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് അന്ന് ഖുറൈശികൾ മുഹമ്മദ് നബിയോട് പറഞ്ഞത്. എന്താണ് ഉപ്പുപ്പമാര് കൊണ്ടുവന്ന ദീൻ? ഇബ്രാഹിമി മില്ലത്തും ഇബ്രാഹിമി ശരീഅത്തും അനുസരിച്ചാണ് അന്ന് ഖുറൈശികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എവിടെയാ പ്രശ്നം വന്നത്? ഇബ്രാഹിമി മില്ലത്തിലും ഇബ്രാഹിമി ശരീഅത്തിലും ജാറ സംസ്കാരമില്ല. ഏതാണ്ട് ഖുസൈന്റെ കാലഘട്ടത്തിൽ ഒരു 500 കൊല്ലം, നിബിധങ്ങൾ വരുന്നതിന്റെ ഒരു 500 കൊല്ലം മുമ്പാണ് കഅബാലയത്തിന്റെ പരിസരത്ത് ജാറങ്ങൾ വരാൻ തുടങ്ങിയത്. അത് മുതലാണ് ഖുറൈശികൾ ബിഹദ്റത്തിയും ബിജാഹി ബറക്കത്തും ബിജാഹും ബിബറക്കത്തും ഇതൊക്കെ പറയാൻ തുടങ്ങിയത്. അതാണ് ഖുറൈശികളെ പുതിയ ദീൻ. അത് തന്നെയാണ് ഇപ്പോഴത്തെ ശിയാക്കളെയും പുതിയ ദീൻ. ഈ ചിന്താഗതി ഹിന്ദു ചിന്താഗതി എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം ദ്രാവിഡ മതക്കാർക്ക് അങ്ങനെ ഒരു ചിന്താഗതിയില്ല. ദ്രാവിഡ മതം ഖുറൈശികൾക്ക് അറിയില്ല. അറിയുമെങ്കിൽ നിങ്ങൾ തെളിവ് പറ. ആര്യമതവും ഖുറൈശികൾക്ക് അറിയില്ല. അറിയുമെങ്കിൽ അതിന് എന്തെങ്കിലും തെളിവ് പറ. ഇന്ന ഹംസ ദ്രാവിഡ മതക്കാരനായിരുന്നു, അല്ലെങ്കിൽ അബൂ താലിബ് ആര്യമതക്കാരനായിരുന്നു, അങ്ങനെ വല്ല തെളിവുണ്ടെങ്കിൽ പറ. വല്ലാഹി അങ്ങനെ ഒരു തെളിവ് കാണിച്ചു. കാരണം അവർക്ക് ഇന്ത്യൻ മതം, ഇന്ത്യ എന്താണെന്ന് അവർക്ക് അറിയില്ല. ഇന്ത്യ രാജ്യമേ അവർക്കറിയില്ല. അവരെ ബിസിനസ്സും കാര്യങ്ങളും റോം, പേർഷ്യ, യമൻ മുതലായ രാജ്യങ്ങളുമായിട്ട് അവര് ബിസിനസിന്റെ ഏർപ്പാടുകൾ ഖുറൈശികള്. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹു പേടിച്ചിട്ടാണ് ദുആ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ, കാസർഗോട്ട് ഒരു സാധാരണക്കാരൻ ഒരു സലഫി പണ്ഡിതന്റെ പ്രസംഗം കേൾക്കുകയും അന്തഴവത്തിൽ ആകൃഷ്ടനാകുകയും എനിക്ക് ഇന്നു മുതൽ എന്റെ അള്ളാഹ് മാത്രം മതി എന്ന് ചിന്തിക്കുകയും, അദ്ദേഹം പോയിട്ട് രാത്രി ഉറങ്ങുമ്പോൾ അള്ളാഹു എന്നെ വെറുത്തു കളയുമോ, ഞാൻ മാലിക്കുദ്ദീനാറിനെ വിട്ടാൽ അല്ലെങ്കിൽ മൊരീശക്കങ്ങളെ വിട്ടാൽ അള്ളഹാനോട് വിളിച്ചു കൂട്ടാണ്ട് അള്ളഹാനെ മാത്രം വിളിച്ചാൽ എന്നെ അള്ളാഹു വെറുത്തു കളയുമോ, അള്ളാഹ് ഇഷ്ടപ്പെട്ടവരല്ലേ അവരൊക്കെ കൈയളക്കിയിട്ട് അള്ളഹാനെ മാത്രം പിടിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അള്ളാഹ് എന്നെ വെറുത്തു കളയുമോ എന്ന് ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ രാത്രി കിടന്നിട്ട് ചിന്തിക്കും പോലെ തന്നെയാണ് ഹംസ റളിയല്ലാഹു ചിന്തിച്ചത്. ഹംസ റളിയല്ലാഹു എന്താ ചിന്തിക്കാൻ കാരണം? അബൂജഹലോട് വാശിക്ക വാക്ക് പറഞ്ഞതുകൊണ്ട്. എന്നാ ഞാനും മുഹമ്മദിന്റെ ദീനിലാണെന്ന് പറഞ്ഞതുകൊണ്ട്. മുഹമ്മദിന്റെ ദീൻ അള്ളാഹ് മാത്രം മതി, മറ്റാരും വേണ്ട എന്നതാണ്. നിലവിലുള്ള ദീൻ അള്ളയും വേണം, ഒപ്പം ഔലിയാക്കളും വേണം എന്നതാണ്. ഖുറൈശികളുടെ നിലവിലുള്ള ദീൻ അള്ളയും വേണം, അള്ളാഹിനോടൊപ്പം ഔലിയാക്കളും വേണം. മുഹമ്മദ് നബി പറയുന്നത് അള്ളാഹ് വേണം, അള്ളാഹ് മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും പറ്റൂല. ഈ രണ്ട് ആദർശങ്ങൾ തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടുന്നത്. ഇന്ന് സലഫികളും ഷിയാക്കളും ഏറ്റുമുട്ടുന്നത് പോലെ. ഷിയാക്കളെ വേണമെങ്കിൽ നിങ്ങൾ പാരമ്പര്യ സുന്നികൾ എന്ന് പേരിട്ടോ കൂട്ടനെ. സുന്നികൾ അവർക്ക് പേര് കൊടുത്തതും അത് അംഗീകരിച്ചു കൊടുത്തതും നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. ഷീഇ സലഫി ചർച്ച, ഷീഇ സലഫി വാദപ്രതിവാദം, ഷീഇ സലഫി മുഖാമുഖം എന്ന് കൊടുക്കേണ്ടിടത്ത് മുജാഹിദ് സുന്നി എന്ന് കൊടുത്തത് തന്നെ അബദ്ധം. പക്ഷെ പൂർവികന്മാര് അത്രയും ഗൗരവത്തിൽ അത്രത്തോളം അങ്ങോട്ട് പോയിട്ടില്ല.
എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുക്കാന്ന ചിന്താഗതി വെച്ചുകൊണ്ടാണ് അത് ഭവിച്ചു കൊടുത്തത്. അത് ഭവിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. ഒരു ഭാഗത്ത് സലഫി, മറുഭാഗത്ത് ഷീഇ, മൂന്നാമത്തെ ഒരു ദീനി കൂട്ടത്തിലില്ല. മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ശരീഅത്തനുസരിച്ച് ഇന്ന് രണ്ട് വ്യവസ്ഥിതികളാണ് ലോകത്ത് നിലവിലുള്ളത്. ഒന്ന് സലഫിയത്ത്, മറ്റേത് ഷീഇയ്യത്ത്. ഷീഇയ്യത്തിനെ വേണമെങ്കിൽ പല പാർട്ടികളാക്കാം. പാരമ്പര്യ സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരാകാം, അല്ലെങ്കിൽ പരമ്പരാഗത ഷിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് തീരുമാനിച്ചാലും ശരി, അത് നായരായാലും നമ്പൂതിരി ആയാലും എല്ലാവരും ഒരു വിഭാഗത്തിൽപ്പെട്ട തന്നെയാണ് ചർച്ച വരുമ്പോൾ. ഹംസ റളിയല്ലാഹു അൻഹു രാത്രി എഴുന്നേറ്റ് ദുആ ചെയ്തത്, അല്ലാഹുവേ, ഞാൻ അബൂജഹലോട് ആ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയോ? മുഹമ്മദിന്റെ ഒന്നിച്ച് ഞാൻ കൂടിയാൽ നീ എന്നെ വെറുത്ത് കളയുമോ? എന്റെ സന്മാർഗത്തിന്റെ വാക്കെന്നെയാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെയാണ് എങ്കിൽ ഫസദ്ദിഖ്ഹു ലി, അതെനിക്ക് സത്യപ്പെടുത്തി തരണം. മുഹമ്മദിന്റെ ഒന്നിച്ച് കൂടാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തരണം. ആരാ പറയുന്നത്? ഹംസ റളിയല്ലാഹു അൻഹു. ആരോട്? റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച അല്ലാഹുവിനോട്, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച അല്ലാഹുവിനോട്. അല്ല, ഞാൻ ആ പറയുന്നത് തെറ്റായി പോയെങ്കിൽ നിന്റെ ഈ പറയപ്പെടുന്ന മഹാന്മാരെ, ശുഫാക്കളെ, ശുപാർശകരെ, അതേപോലെ തന്നെ അള്ളാഹുലേക്ക് എന്നെ അടുപ്പിക്കുന്ന ഈ മഹാന്മാരെ തള്ളിപ്പറയലായി പോകുമോ? നിനക്ക് ഇഷ്ടപ്പെടാതെ പോകുമോ? എങ്കിൽ അതിൽ നിന്ന് നീ എന്നെ ഒന്ന് ഒഴിവാക്കി തരികയും ചെയ്യണമേ. ആരാ ദുആ ചെയ്യുന്നത്? ഹംസ റളിയല്ലാഹു അൻഹു. ആരോട്? അള്ളാഹുവിനോട്. അപ്പൊ ഹംസ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പത്തിലായി. മുഹമ്മദ് പറയുന്ന അള്ളാഹു മാത്രമാണ് എന്നതാണോ ശരി? അതോ അബൂ താലിബ് പറയുന്ന അള്ളാഹുവും അള്ളാഹുവോടൊപ്പം മറ്റു മഹാന്മാരും എന്നതാണോ ശരി? ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സഹി കെട്ടാതെ ഉറക്കം നഷ്ടപ്പെട്ട് പാതിരാക്ക് എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ നേരെയാണ് കൈ ഉയർത്തുന്നത്. അല്ലാഹ്, എനിക്ക് രണ്ടാലൊന്ന് മനസ്സിലാക്കി തരണമെന്ന്. ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ രാവിലെ മുഹമ്മദിനെയും നോക്കിയിട്ട് വീട്ടിലേക്ക് പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ പറഞ്ഞല്ലോ, ഹിദായത്ത് അല്ലാഹു തആല തീരുമാനിച്ചു കഴിഞ്ഞാൽ അസ്ബാബുകളെ ഒപ്പിച്ചു തരാൻ അല്ലാഹു വലിയ മിടുക്കനാണ്. ഏതോ പോക്കിനായിരിക്കും ചിലപ്പം ജുമായൊക്കെ സൽഫി പള്ളി കയറിയിട്ടുണ്ടാവുക, ചിലപ്പം മാലിക് ദിനാറിന്റെ ജാറത്തിലേക്ക് അൽഫാത്തിയ വിളിക്കാൻ പോകുന്ന പോക്കിന് സമയമായതുകൊണ്ട് കയറിയായിരിക്കും സൽഫി പള്ളിയിൽ. അങ്ങ് ക്ലിക്കായി. പിന്നെ അയാൾ ദൈവത്തിന്റെ തൗഹീദിന്റെ ആജീവനാന്ത ദായി ആയിട്ടാണ് അല്ലാഹു തആല അയാളെ തിരിച്ചുകൊണ്ട് വരുന്നത്. ഇതൊക്കെ അസ്ബാബുകളെ യോജിപ്പിക്കാൻ, ഒരു അടിമക്ക് ഹിദായത്തുമായിട്ട് കണക്ഷൻ കൊടുക്കാൻ അള്ളാഹ് തീരുമാനിച്ചാൽ അസ്ബാബുകളെ അള്ളാഹ് യോജിപ്പിച്ചോളും. നമ്മളെ സാമർത്ഥ്യം കൊണ്ടൊന്നും നടക്കൂല. നാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഹിദായത്ത് അള്ളാഹ് ഒരാൾക്ക് കൊടുക്കുന്നത് ആരുടെയും സാമർത്ഥ്യം കൊണ്ടും പാരമ്പര്യ ഗുണം കൊണ്ടും അറിവിന്റെ ഗുണം കൊണ്ടും അല്ല. ആവർത്തിച്ച് നാം പറഞ്ഞ വിഷയമാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് നബിന്റെ ഭാര്യ, ഇബ്രാഹിം നബിന്റെ ബാപ്പ, അഷ്റഫുൽ ഖൽഖിന്റെ മൂത്താപ്പ, ഈ പറയപ്പെട്ട മഹാന്മാരെ കൊണ്ടൊന്നും അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിക്കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. ഹിദായത്ത് അങ്ങനെയാ. ഈ ഇരിക്കുന്ന നമ്മളും മനസ്സിലാക്കണം. ആരുടെയെങ്കിലും പ്രസംഗം കേട്ടിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദിന്റെ ഇൽമിന്റെ വണ്ണം കണ്ടിട്ടോ, അല്ലെങ്കിൽ ഇന്ന തങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട് അതിന്റെ പേരിലോ, അല്ലെങ്കിൽ ഇന്ന കബറുമായിട്ടൊരു ബന്ധമുണ്ട് അതിന്റെ പേരിലോ, അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖുമായിട്ടൊരു ബന്ധം, അങ്ങനത്തെ ഒരു ബന്ധവും ഹിദായത്തിന്റെ വിഷയത്തിൽ അള്ളാഹ് പരിഗണിക്കുകയില്ല. എല്ലാ ബന്ധവും ഉള്ളവനെ അന്ന് ഗെറ്റ് ഔട്ടും പറയും. ചിലപ്പോൾ ഒരു ബന്ധവും ഇല്ലാത്തവനെ അന്ന് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഇത് ഹിദായത്തിന്റെ മാനദണ്ഡമാണ്. നാളെ ആഖിറത്തിൽ എത്തിയാലേ കാരണം അറിയാൻ നമുക്ക് കഴിയുള്ളൂ. ഒരു സെർച്ചിങ് കൊണ്ടും ഹിദായത്ത് കിട്ടിയ കാരണം അന്വേഷിക്കാൻ ആരും മെനക്കെടേണ്ട. ഇസ്തിഖാമത്തിന് വേണ്ടി വേണം അത്തരം പരിശ്രമങ്ങളൊക്കെ. ഹംസ റളിയല്ലാഹു അൻഹു രാവിലെ അഷ്റഫുൽ ഖൽഖിന്റെ അടുക്കിലേക്ക് പോയി. മുഹമ്മദ് എനിക്കൊരു സമാധാനം പറഞ്ഞതാ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഒരടി കൊടുത്തു, അബൂജഹലിന്റെ തല കീറി. അവനോട് ഞാൻ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു പോയി, ഞാനും മുഹമ്മദിന്റെ ഒന്നിച്ചാണെന്ന്. ഞാൻ അസ്വസ്ഥനാണ് മുഹമ്മദ്. നീ പറയുന്ന ലലാലത്താണെങ്കിൽ എനിക്ക് പേടിയുണ്ട് നിന്റെ ഒന്നിച്ചുകൂടാൻ. നീ പറയുന്നത് ഹിദായത്താണെങ്കിൽ എനിക്കത് പറഞ്ഞതാ മുഹമ്മദ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചാപ്പാനെ, അല്ലെങ്കിൽ മുത്താപ്പാനെ, അല്ലെങ്കിൽ ഹംസാനെ, പിതൃവ്യനെ സന്തോഷിപ്പിച്ച് ശരീരം തടകി കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഈ ദീനല്ലാതെ വേറൊരു ദീൻ കൊണ്ടും നിങ്ങൾക്ക് കഴിയില്ല. ആ സമയത്ത് ആരും നിങ്ങളെ സഹായിക്കാനും ഉണ്ടാവില്ല. അള്ളാഹു അല്ലാതെ വേറെ ആരും കാണുകയില്ല. മുത്താപ്പ, ധൈര്യമായിട്ട് പറ, ഞാൻ അള്ളാഹുവിനെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കും. നിങ്ങളെ കയ്യിലേക്ക് വലുതും വരാനുണ്ട്, നിങ്ങൾ ഉയർന്ന ദർജകളിൽ എത്താനുണ്ട്. ഹംസ റളിയല്ലാഹു തആല അവിടെ ഇരുന്നു കൊണ്ട് പറയുന്നു,
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ ഭാഷയിൽ, ഇപ്പൊ ഹംസ മതം മാറിയിരിക്കുകയാണ്. ഏതു മതത്തിൽ നിന്ന്? ഏതു മതത്തിൽ നിന്നാണ് മതം മാറിയിരിക്കുന്നത്? അള്ളാഹിനോട് ദുആ ചെയ്തിട്ടാണ് ഹംസ അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നിരിക്കുന്നത്. ആ അള്ളാഹ് മാത്രം എന്നതിലേക്കാണ് ഇപ്പൊ ഹംസ വന്നിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഹംസ അള്ളാഹു മാത്രം പോരാ, ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ശുപാർശ പറയാൻ ആള് വേണം എന്ന മതത്തിൽ നിന്നാണ് വന്നത്. എങ്കിൽ ഇന്നത്തെ കാലഘട്ടവുമായി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഹംസ ഇവിടുത്തെ ക്രിസ്തു മതത്തിൽപ്പെട്ട ആളാണോ? ഹംസ ഇവിടുത്തെ ജൂതമതത്തിൽപ്പെട്ട ആളാണോ? ഹംസ ഈ ഇന്ത്യൻ മതമായ ആര്യമതത്തിൽപ്പെട്ട ആളാണോ? അല്ലെങ്കിൽ ദ്രാവിഡ മതത്തിൽപ്പെട്ട ആളാണോ? അതോ മജൂസി മതത്തിൽപ്പെട്ട ആളാണോ? അതോ സയനിസ്റ്റ്, ഫാസിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആളാണോ? ഇതൊന്നുമല്ല. ഇന്ന് നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് അടക്കം നിലവിലുള്ള ജാറമതമായ ഷീഈ മതത്തിൽപ്പെട്ട ആളാണ് ഹംസ. അത് മാറ്റി, അതൊഴിവാക്കി അശ്ഹദു, ഞാൻ ഇന്നു മുതൽ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്നു മുതൽ ഞാൻ ഇനി അള്ളാഹിനോട് മാത്രമേ ചോദിക്കുള്ളൂ. ലാ ഇലാഹ, അല്ലാത്ത വേറെ ആരെയും ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇപ്പോൾ ഹംസ അള്ളാഹുവിന്റെ മുസ്ലിമായി അല്ലേ? ഇനി നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് അബൂ താലിബിലേക്ക് വാ. അബൂ താലിബ് ആരായിരുന്നു? ക്രിസ്ത്യാനിയായിരുന്നോ? ജൂതനായിരുന്നോ? ഹിന്ദു മതക്കാരനായിരുന്നോ അബൂ താലിബ്? ഇബ്രാഹിമി മില്ലത്തിലെ പാരമ്പര്യ മതക്കാരനായിരുന്നില്ലേ? അഥവാ ഇന്നത്തെ ഷീഈ മൗലാനമാരെ പോലെ ഉയർന്ന ദർജ സ്വീകരിച്ചുകൊണ്ടിരുന്ന ആളല്ലേ അബൂ താലിബ്? ആ അബൂ താലിബും അഷ്റഫുൽ ഖൽഖും തമ്മിലുള്ള വ്യക്തിബന്ധം നിങ്ങൾക്ക് അറിയാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പുപ്പ അബ്ദുൽ മുത്തലിബ് മരിച്ചതിന് ശേഷം, അഥവാ 8ാമത്തെ വയസ്സിൽ അബൂ താലിബിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഉപ്പുപ്പ അബ്ദുൽ മുത്തലിബ് മരിക്കുന്നത്. 8ാമത്തെ വയസ്സ് മുതൽ അഷ്റഫുൽ ഖൽഖിന്റെ നുബുവത്തിന്റെ 8ാം കൊല്ലം 48 വയസ്സ് വരെ, 8ാമത്തെ വയസ്സ് മുതൽ 48 വയസ്സ് വരെ 40 കൊല്ലം അബൂ താലിബിന്റെ ഒന്നിച്ച് അബൂ താലിബിന്റെ സംരക്ഷണത്തിനാണ് അഷ്റഫുൽ ഖൽഖ് ജീവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ച വ്യക്തി, അള്ളാന്റെ ദർബാറിൽ വ്യക്തിത്വമുള്ള ആളാണ് അബൂ താലിബ്. അല്ലാഹു തആല പറഞ്ഞു ഖുർആൻ ശരീഫിൽ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അല്ല വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ അലം യജിദ്ക യതീമൻ ഫആവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം അല്ലാഹു തആല വെളിപ്പെടുത്തുകയാണ്. ഖുറൈശി കൂട്ടം വല്ലാതെ അങ്ങ് നോവിച്ചു, പല കാരണങ്ങളാൽ. ആ കാരണങ്ങൾ ഇപ്പൊ പറയാൻ സമയമില്ല. ആ സമയത്ത് ഖുറൈശികൾ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം മുഹമ്മദിനില്ല, മുഹമ്മദ് ഒറ്റക്കാണ്. ഇപ്പോൾ മുഹമ്മദിന് ഇപ്പൊ ആകാശത്തുനിന്ന് വഹി വരാറില്ല എന്നും പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ചില കാരണങ്ങളാൽ വഹി വരാൻ താമസിച്ചതുകൊണ്ട് ഈ സമയത്ത് അള്ളാഹു കൈവിട്ടു എന്ന രീതിയിൽ ഖുറൈശി കൂട്ടത്തിന്റെ ശത്രുതയും അക്രമവും കൂടി. അഷ്റഫുൽ ഖൽഖ് മൗനമായി പോയി, ഒന്നും മിണ്ടുന്നില്ല. വഹി വരുന്നുമില്ല, ഒരു നല്ല വാക്ക് പറയാൻ ഇവിടെ ആളുമില്ല. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിനെ അറിയിക്കുന്നത്, വിഷമിക്കേണ്ട മുഹമ്മദ് നബി, മാ വദ്ദഅക റബ്ബുക്, നിങ്ങളെ റബ്ബ് നിങ്ങളെ കൈവിട്ടിട്ടില്ല, നിങ്ങളെ കൈവിട്ടിട്ടില്ല. അവർ പറഞ്ഞത് പറഞ്ഞോട്ടെ, ഇല്ല, നിങ്ങളെ റബ്ബ് നിങ്ങളെ കൈവിട്ടിട്ടില്ല. വമാ ഖലാ, ഒരു വെറുപ്പും നിങ്ങളെ റബ്ബിന് നിങ്ങളോടില്ല. അത് ക്ലിയർ ആക്കിയാണ് അല്ലാഹു തആല ബന്ധം. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മനസ്സ് നോവാൻ അല്ലാഹു അനുവദിക്കാറുണ്ടായിരുന്നില്ല. അപ്പപ്പ അല്ലാഹു തആല ഇടപെടുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ കാര്യത്തിൽ അപ്പപ്പ അല്ലാഹു തആല ഇടപെടുമായിരുന്നു. ഈ വാക്കിൽ അല്ലാഹു തആല ചെയ്തു കൊടുത്ത ആനുകൂല്യങ്ങൾ എടുത്തു പറയുകയാണ്. അക്കൂട്ടത്തിൽ 1ാമത്തെ ആനുകൂല്യം, അലം യജിദ്ക യതീമ, നിങ്ങളെ ഉമ്മ മരിച്ചു, ബാപ്പ മരിച്ചു. നിങ്ങളെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ 2 മാസം പ്രായമുള്ളപ്പോൾ ഉമ്മ മരിച്ചു, നിങ്ങൾക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ. ഉപ്പുപ്പ മരിച്ചു, നിങ്ങൾക്ക് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ. നിങ്ങളെ ഞാൻ കൈവിട്ടോ? അനാഥ ബാലൻ എന്നൊക്കെ ആരോരും തിരിഞ്ഞു നോക്കാത്ത ആളാക്കിയോ നിങ്ങളെ ഞാൻ? യതീമൻ ഫആവാ ഐ ആവാ ഇലാ അമ്മിഹി അബീ ത്വാലിബ്. എന്താണ് ആ ആയത്തിന് മുഴുവൻ മുഫസ്സിറുകളും തഫ്സീർ പറഞ്ഞത്? മൂത്താപ്പ അബൂ താലിബിന്റെ കയ്യിൽ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചില്ലേ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്ന് വെച്ചാൽ അള്ളാന്റെ ദർബാറിൽ പോലും അംഗീകാരമുള്ള വ്യക്തിയാണ് അബൂ താലിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വിയോജിപ്പ് വർദ്ധിച്ചു. ഖുറൈശി കൂട്ടം
ആകെ അസ്വസ്ഥരാണ്. അബൂ താലിബാണ് ബനു ഹാഷിമിന്റെ നേതൃത്വം. അബൂ താലിബിന്റെ സമ്മതമില്ലാതെ മുഹമ്മദിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് ഖുറൈശികളിലെ പ്രമുഖന്മാരായ അബൂജഹൽ ഉത്തുബത്തുമാര് അബൂ താലിബിനെ സമീപിക്കാൻ തീരുമാനിച്ചത്. അബൂ താലിബിനെ പോയി കണ്ടു. അവർ, നിങ്ങളെ മോൻ മുഹമ്മദ് ഇന്നിന്ന കാര്യങ്ങളൊക്കെ പറയുന്നു, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ചീത്ത പറയുന്നു, നമ്മുടെ പൂർവ്വ മഹാന്മാരെ തള്ളിപ്പറയുന്നു, നമ്മുടെ ഉപ്പുപ്പന്മാര് കാണിച്ചെന്ന മാർഗം ശരിയല്ല എന്ന് പറയുന്നു, നമ്മളെ കളിയാക്കുന്നു നിന്റെ മോൻ. അതുകൊണ്ട് മുഹമ്മദിനെ വിളിച്ചിട്ട് വാണിംഗ് കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ വാണിംഗ് കൊടുക്കേണ്ടി വരും. ഖുറൈശികൾ മടങ്ങി. അബൂ താലിബ് മൈൻഡ് ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. അബൂ താലിബ് അനങ്ങാതിരുന്നു, ഒരു വിഷയം പറഞ്ഞില്ല. മുഹമ്മദ് നബിയോട് ഒരു കാര്യവും സംസാരിച്ചില്ല. വിഷയങ്ങൾ വീണ്ടും തുടർന്നു. ഖുറൈശി കൂട്ടം വീണ്ടും യോഗം കൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ അബൂ താലിബിനെ രണ്ടാമതും വന്നിട്ട് കണ്ടു. രണ്ടാമത് വന്ന് കണ്ടിട്ട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ മോനെ ഒതുക്കുന്നില്ല എന്ന് ഞങ്ങൾ അറിഞ്ഞു. മുഹമ്മദിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നില്ല എന്ന് ഞങ്ങൾ അറിഞ്ഞു. നിങ്ങൾ ഇടപെടുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്താൻ പോകുകയാണ്. ഒന്നിക്ക് നിങ്ങളും നിങ്ങളുടെ കുടുംബവും നശിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഞങ്ങൾ നശിക്കുന്നത് വരെ. മഖ്സൂമി ഗോത്രക്കാരനായ അബൂജഹലാ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂ താലിബ് വിളിപ്പിച്ചു. അക്കീലിനെ അയച്ചിട്ട് വിളിപ്പിച്ചു. അക്കീൽ അബൂ താലിബിന്റെ ഒരു മോനാണ്. അക്കീലിനെ അയച്ചിട്ട് വിളിപ്പിച്ചു. ഒരു നട്ടുച്ച സമയം അഷ്റഫുൽ ഖൽഖ് ഓടി വന്നു. മോനെ മുഹമ്മദ്, ഖുറൈശികൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു മോനെ, ഞാൻ അസ്വസ്ഥന. അവര് പല മാതിരി ഭീഷണികളും മുഴക്കുന്നുണ്ട്. എൻ്റെ മോൻ എന്നെ സഹായിക്കണം. ഈ വയസ്സുകാലത്ത് എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. ഖുറൈശികൾ എന്നെ വല്ലാതെ നിന്റെ കാര്യത്തിൽ അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നീ നിന്റെ ഈ അള്ളാഹു മാത്രം എന്ന ഈ പ്രസംഗം നിർത്തണം. നിന്റെ ഈ ദഅവത്ത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകരുത്. അഷ്റഫുൽ ഖൽക്കിന്റെ കണ്ണുകൾ നിറഞ്ഞു. 40 കൊല്ലത്താളമായി ഉപ്പാനെ പോലെ ഉമ്മാനെ പോലെ അവർക്ക് എല്ലാരേക്കാളും പകരക്കാരനായി സംരക്ഷിച്ച മൂത്താപ്പാന്റെ കണ്ണിലെ വെള്ളം കാണാൻ മാത്രം താക്കത്ത് ഹബീബായ മുത്തിന് ഉണ്ടായിരുന്നില്ല. അഷ്റഫുൽ ഖൽക്ക് നൊന്തു, തിങ്ങി തിങ്ങിക്കരഞ്ഞു. അവിടെ നിന്ന് അഷ്റഫുൽ ഖൽക്ക് ഒരു വാക്ക് പറഞ്ഞു മൂത്താപ്പാനോട്, യാ അമ്മി, ഓ മൂത്താപ്പ, ലൗ വുദിഅത്തി ശംസു ഫി യമീനി, സൂര്യൻ എൻ്റെ വലത്തെ കയ്യിൽ വെച്ച് തന്നു, വൽ ഖമറു ഫി യസാരി, ചന്ദ്രനെ നിങ്ങൾ എൻ്റെ ഇടത്തെ കയ്യിലും വെച്ച് തന്നു, എന്നിട്ട് എൻ്റെ ഈ പ്രബോധനം നിർത്തണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നിർത്താൻ എനിക്ക് സാധിക്കുകയില്ല മൂത്താപ്പ. ഇതെൻ്റെ അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്. എൻ്റെ സ്വന്തമാണെങ്കിൽ ഞാൻ മൂത്താപ്പാക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇതെൻ്റെ അള്ളാഹ് എന്നെ ഏൽപ്പിച്ചതാണ്. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് മൂത്താപ്പ. അതുകൊണ്ട് അത് മാത്രം എന്നോട് പറയരുതെന്നും പറഞ്ഞ് അഷ്റഫുൽ ഖൽക്ക് മൂത്താപ്പാന്റെ മുമ്പിൽ നിന്ന് കണ്ണിലെ വെള്ളവും തുടച്ചിട്ട് ഇറങ്ങി നടന്നു. കുറേ നടന്നു. അബൂ താലിബ് അസ്വസ്ഥനായി. അബൂ താലിബ് ഉറക്ക വിളിച്ചു, യബ്നെ അമ്മി, മോനെ മുഹമ്മദ് വാ. അഷ്റഫുൽ ഖൽക്കിനെ അടുത്ത് വിളിച്ച് അബൂ താലിബ് പറയുകയാണ്, യബ്നെ അമ്മി, എൻ്റെ പൊന്നു മോനെ, നിനക്ക് പറയാനുള്ളത് മുഴുവനും നീ പറ, ധൈര്യമായിട്ട് പറ. ഒരു തടസ്സവും ഞാൻ നിനക്ക് നിൽക്കുകയില്ല. എനിക്കൊരു പ്രയാസവും വേണ്ട, ഒരു വിഷമവും വേണ്ട. നീ ധൈര്യമായിട്ട് പോയിക്കോളി മുന്നോട്ട്. നല്ല കവിയായിരുന്നു അബൂ താലിബ്. ആ കാലഘട്ടത്തിൽ മദ്യകവി, മദിരാക്ഷി കവിയൊക്കെയാണ് കൂടുതലുള്ളത്. പക്ഷെ അബൂ താലിബ് നല്ല സാഹിത്യകാരനാണ്. നന്നായിട്ട് കവിത ചൊല്ലും വർത്തമാനം പറയുമ്പോൾ. അവിടെ നിന്നുകൊണ്ട് അഷ്റഫുൽ ഖൽക്കിനോട് അബൂ താലിബ് പറഞ്ഞു, വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സിദ ഫി തുറാബി ദഫീന. എൻ്റെ പൊന്നുമോനെ, ധൈര്യമായിട്ട് മുന്നോട്ട് പോ. വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലം യസിലു ഇലൈക, അവര് നിന്നെ തൊടൂല. ബിജംഇഹിം, അവര് കൂട്ടത്തോടെ ഒരുമിച്ച് കൂടി ഒരു സംഘം തന്നെ ആയാലും നിന്നെ തൊടാൻ ഞാൻ അനുവദിക്കൂല മോനെ. ഹത്താ ഉവസ്സിദ,
ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീന, ഞാൻ മരിച്ച് എൻ്റെ മയ്യം ദഫൻ ചെയ്ത് മണ്ണുമായി ലയിച്ചാലല്ലാതെ നിന്നെ തൊടാൻ എൻ്റെ ഉயிருള്ള കാലം ഞാൻ സമ്മതിക്കൂല മോനെ. ആരാ പറഞ്ഞത് കൂട്ടരെ? അബൂ താലിബ്. ഈ അബൂ താലിബ് സ്വർഗത്തിലാണോ നരകത്തിലാണോ പറയണം? ഈ അബൂ താലിബ് സ്വർഗത്തിലാണോ നരകത്തിലാണോ? വല്ലാഹി നരകത്തിലാണ്. എന്ത് തെറ്റ് ചെയ്തിട്ട്? ആ അബൂ താലിബ് അഷ്റഫുൽ ഖൽക്കിനോട് പറഞ്ഞ കൂട്ടത്തിൽ പല വാക്കുകളും പറഞ്ഞു. അബ്ശിർ ബിദാക വഖറ മിൻഹു ഉയൂന, പൊന്നുമോനെ, നീ എനിക്ക് ഈ ദീൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നീ പറയുന്ന ദീൻ പൂർവികന്മാരായ ഉപ്പമാര് പറഞ്ഞ ദീനാണ്. സന്തോഷമായി നീ മുന്നോട്ട് പോ. വസ്ദഉ ബിമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ നീ ധൈര്യമായിട്ട് തുറന്ന് സംസാരിച്ചു മുന്നോട്ട് പോ. ഒന്നും പേടിക്കണ്ട. നീ മാ അലൈക ഗലാലതൻ, ആരും തടസ്സത്തിന് വരൂല. ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോ. നീ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഈ ദീനില്ലേ, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി, നീ പറഞ്ഞ ഈ ദീൻ ഏറ്റവും നല്ല ദീനാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് മോനെ. ലൗലൽ മലാമത്തു വൽ ഹിദാറു മസബ്ബതി ലവജതനി സംഹം ബിദാക മുബീന, എനിക്ക് പറ്റൂല മോനെ നിന്നൊന്നിച്ചു കൂടാൻ. ജനങ്ങൾ എന്നെ ആക്ഷേപിക്കും. അവരെന്നെ പുളിച്ച തെറി പറയുമെന്ന് എനിക്ക് പേടിയുണ്ട്. നിന്നെ ചെയ്തൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വയസ്സുകാലത്ത് താങ്ങൂല മോനെ. അതുകൊണ്ട് മാത്രമാണ്, അല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നിന്റെ ഒന്നിച്ച് എല്ലാ സമയത്തും നിന്റെ ദീൻ അംഗീകരിച്ചുകൊണ്ട് നിന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഒരുമിച്ച് കൂടുമായിരുന്നു എന്ന്. അല്ലേ? ഇതിനേക്കാൾ വലിയ സപ്പോർട്ട് വേറെ എന്താ വേണ്ടത്? ഇവിടെ എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, തൗഹീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, അബൂ താലിബ് ഏത് ദീനിലാണ്? ഇവിടുത്തെ ഷിയാക്കളുടെ ദീനിലാണ്. അള്ളാഹുവിനെ നന്നായി അംഗീകരിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി നിസ്കാരവും നോമ്പും നിർവഹിക്കുന്ന, പരിശുദ്ധ കഅബാലയത്തെ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി സംരക്ഷിക്കുന്ന, മസ്ജിദുൽ ഹറാമിനെ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി പരിപാലിക്കുന്ന ഖുറൈശി കൂട്ടത്തിന്റെ നേതാവ് അബൂ താലിബാണ് നാം ഇവിടെ കാണുന്നത്. ആ അബൂ താലിബിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ ഇന്നേ വരെ ശത്രുക്കൾ പോലും ഒരു മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഈ ഇരിക്കുന്ന നിങ്ങൾക്കും പറയാനില്ല അബൂ താലിബിനെ പറ്റി ഒരു മോശം അഭിപ്രായം. ഒരാൾക്കും പറയാനില്ല. ഒരു യുക്തിവാദിക്കും ഒരു നിരീശ്വരവാദിക്കും അബൂ താലിബിനെ പറ്റി ഒരു മോശം അഭിപ്രായം പറയാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് മരിക്കുന്നതിന്റെ തലേന്ന് അബൂ താലിബിനെ കാണാൻ വീട്ടിലേക്ക് പോയി. അഷ്റഫുൽ ഖൽഖ് സക്കറാത്തിന്റെ ഹാലിലാണ്. ഉതുബത്തും ഷൈബത്തും അബൂജഹലും മറ്റൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അഷ്റഫുൽ ഖൽഖ് അവരെ ആരെയും മൈൻഡ് ചെയ്തില്ല. നേരെ അബൂ താലിബ് കിടക്കുന്ന കട്ടിലിന്റെ തലയുടെ ഭാഗത്ത് പോയി കിടന്നിട്ട് തടകിക്കൊണ്ട് പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ഹജ്ജുക ബിഹാ ഇൻദല്ലാഹ്. പറ മുത്താപ്പ, അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിച്ചു എന്ന് പറ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ഉണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് കാര്യമില്ല മുത്താപ്പ, അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറ മുത്താപ്പ. അങ്ങ് ആ വാക്ക് പറഞ്ഞാൽ ആ വാക്ക് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നാളെ വിലപേശും എന്റെ അല്ലാഹ്വിനോട്. ഒന്ന് പറ മുത്താപ്പ. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് നിർത്തുമ്പോഴേക്കും അബൂജഹൽ അപ്പുറത്ത് കയറി പറഞ്ഞു, പിതാമഹന്മാരുടെ ദീൻ വിട്ടിട്ട് മുഹമ്മദിന്റെ പുതിയ ദീൻ്റെ ഒന്നിച്ചു പോകാനാണോ പരിപാടി? ചെയ്യരുത്. സ്ഥാനമാനങ്ങൾ മുഴുവനും നഷ്ടപ്പെടും. ജനം നിങ്ങളെ ചീത്ത പറയും. പിറകെയുള്ള ചരിത്രകാരന്മാർ നിങ്ങളെ മോശക്കാരനാണെന്ന് എഴുതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂ താലിബ് ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഞാൻ എന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെയും ഹാഷിമിന്റെയും ദീനിൽ ജീവിച്ച് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. റൂഹ് തൊണ്ടക്കുഴി വിട്ടുപോയി. അഷ്റഫുൽ ഖൽഖ് കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. ഒന്നും പറയാനില്ല അഷ്റഫുൽ ഖൽഖിന്. കണ്ണു തുറക്കുന്ന സമയത്താണ് ജിബ്രീൽ വരുന്നത്. ഓ മുഹമ്മദ്, എന്തിനു വേണ്ടി കരയണം? ഞാൻ നിങ്ങളുടെ മൂത്താപ്പാക്ക് ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് മഹബത്താണ്, നിങ്ങൾക്ക് താല്പര്യമാണ്, അവർക്ക് നിങ്ങളോടും താല്പര്യമാണ്.
അതിൻ്റെ പേരിലൊന്നും ഹിദായത്ത് നൽകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഹിദായത്ത് ഞാൻ ഉദ്ദേശിച്ച ചിലർക്കുള്ളതാണ്. നിങ്ങളെ മൂത്താപ്പാക്ക് ഹിദായത്തില്ല, അതുകൊണ്ട് വിഷമിക്കണ്ട. ഇനി നിങ്ങൾ പറ, പലതും നേടിയോ അബൂതാലിബ്? ഇവിടുത്തെ ഖുറൈശി, ഇവിടുത്തെ ഷീഈ പുരോഹിതന്മാർക്ക് തുല്യമായിരുന്നില്ലേ അബൂതാലിബ്? ഇവിടുത്തെ ശൈഖുനമാർക്ക് തുല്യമല്ലേ അബൂതാലിബ്? ഇൽമിന്റെ കാര്യത്തിൽ വല്ല കുഴപ്പമുണ്ടോ? നബി തങ്ങളോടുള്ള മഹബത്തിന്റെ കാര്യത്തിൽ വല്ല കുഴപ്പമുണ്ടോ? ദിക്ർ തസ്ബീഹത്തിന്റെ, ദിക്ർ ഹൽക്കന്റെയും സലാത്ത് ഹൽക്കന്റെയും കാര്യത്തിൽ വല്ല കുഴപ്പമുണ്ടോ? കഅബാലയത്തെയും ഹറമിനെയും ആദരിക്കുന്ന കാര്യത്തിൽ വല്ല കുഴപ്പമുണ്ടോ? ഹജ്ജിയും ഉംറയും ചെയ്യുന്ന കാര്യത്തിൽ വല്ല കുഴപ്പമുണ്ടോ? എന്നിട്ടും അല്ലാഹു തആല അബൂതാലിബ് നരകത്തിലാണ് എന്ന സന്ദേശം അഷ്റഫുൽ ഖൽഖിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഷീഈ പുരോഹിതന്മാര് ഭയപ്പെടണം. ഒപ്പം സാധാരണക്കാര് പൂർണ്ണമായും ചിന്തിക്കണം. എന്ത് വേണം? ഹംസാന്റെ ദീനിലേക്ക് പോകണമോ, അബൂതാലിബിന്റെ ദീനിൽ കിടന്ന് ചത്ത് നരകത്തിലേക്ക് പോകണമോ? ഇത് ചിന്തിക്കാൻ കേരളത്തിലെ പ്രത്യേകിച്ച് കാസർഗോട്ടെ ഷിയാക്കൾക്ക് സമയമായിരിക്കുകയാണ്. ഈ കാര്യം ബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ ഇവിടുത്തെ സലഫികൾക്കും സമയമായിരിക്കുകയാണ്. നാം എങ്ങാനും മൗനം ദീക്ഷിച്ചാൽ അല്ലാഹു തആല ഈ ഹിദായത്തിന്റെ രാജപാത തുറന്നു തന്ന അവസ്ഥക്ക് നാം എങ്ങാനും സ്ഥാനത്തിന്റെ, മാനത്തിന്റെ, സംഘടനയുടെ, പണത്തിന്റെ, സമ്പാദ്യത്തിന്റെ, ബന്ധത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, അധികാരത്തിന്റെ പേരിൽ മൗനം ദീക്ഷിക്കലാണ് ഇവിടുത്തെ സലഫികളെ പരിപാടിയെങ്കിൽ നാശത്തിന്റെ സകല കാരണക്കാരും നിങ്ങളായിരിക്കും. കാരണം അല്ലാഹു തആല പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കണം. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചു കൊള്ളുക, നിങ്ങൾക്ക് കഴിഞ്ഞുപോയ കാലഘട്ടത്തെ സംബന്ധിച്ച് എന്നും പറഞ്ഞ് ഹുനൈൻ യുദ്ധം കഴിഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലാഹു. ആ മുന്നറിയിപ്പിന്റെ ഇവിടുത്തെ സലഫികൾ കാരണക്കാരാകേണ്ടിയും വരും. അല്ലാഹു ഒരുപാട് കാക്കട്ടെ. ഹിദായത്തിന്റെ രാജപാതയിൽ സ്വീകരിച്ചവർക്ക് ഇസ്തിഖാമത്ത് നസീബാക്കട്ടെ. മറുപുറത്ത് നിന്നുകൊണ്ട് ഹിദായത്തിന്റെ വഴിയടക്കുന്ന ഉലമാക്കൾക്ക് കാര്യം അല്ലാഹു മനസ്സിലാക്കി കൊടുക്കട്ടെ. സാധാരണക്കാരൻ അല്ലാഹു ഈ രാജപാത എത്രയും പെട്ടെന്ന് മരിക്കുന്നതിന് മുമ്പ് തുറന്നു കൊടുത്ത് അല്ലാഹ് വഹ്ദക് ലാ ശരീക ലക് എന്ന് പറഞ്ഞ് മരിക്കാൻ അവസരം അല്ലാഹു തആല ഉണ്ടാക്കി തരികയും ചെയ്യട്ടെ. أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. يا الله. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വർഷത്തെ ഹജ്ജ് പൂർത്തിയായിരിക്കുകയാണ്. ഷഹാദത്തിന്റെ വിളി, അഞ്ചാമത്തെ വിളി. ഷഹാദത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത് അല്ലാഹ് ദർബാറിലേക്ക് വിളിച്ചിരിക്കുന്ന 25 ലക്ഷത്തോളം വരുന്ന പ്രതിനിധികൾ, ആൺപെണ്ണടക്കം. പോയ അന്ന് രാവിലെ ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിന്നുകൊണ്ട് അല്ലാഹു തആലക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ഹാജിമാരും ചിലർ കാര്യം മനസ്സിലാക്കിക്കൊണ്ട്, ചിലർ തത്ത പാടുന്നത് പോലെ കാണാതെ പഠിച്ചത് മാത്രം. എന്താണ് കരാർ? അല്ലാഹുമ്മ ഈമാനം ബിക്, നിന്നെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് വന്നവനാണ് ഞാൻ അല്ലാഹുവേ. അതെ, ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള വാക്കാണത്. കാരണം അവൻ നാട്ടിൽ നിന്ന് കേൾക്കാൻ ഒരു ചീത്തയും ഇനി ബാക്കിയില്ല, ഒരൊറ്റപ്പെടുത്തലും ഇനി ബാക്കിയില്ല, ഒരു തരത്തിലുള്ള മാനഭംഗപ്പെടുത്തലും ബാക്കിയില്ല. തൗഹീദിന്റെ പേരിൽ, മുവഹിദായതിന്റെ പേരിൽ എല്ലാ മേഖലകളിൽ നിന്നും ആട്ടിപ്പുറത്താക്കി ആർക്കും വേണ്ടാത്ത സാധനം അവര് ഹജറുൽ അസ്വദിന്റെ അടുത്ത് എത്തിയിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുമ്മ ഈമാനം ബിക, അല്ലാഹ് എല്ലാം ത്യജിച്ച് നിന്നെ മാത്രം അംഗീകരിച്ചു വന്നവനാണ് ഞാൻ. ശരിയാണ്. നാട്ടിൽ അവൻ എങ്ങനെയായിരുന്നു ജീവിച്ചത്? ഉടൻ തന്നെ വതസ്ദീഖൻ ബികിതാബിക്, നിന്റെ പരിശുദ്ധ ഖുർആൻ അത് അംഗീകരിച്ച് സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരിയാണ്. അവൻ സലഫിയത്തിന്റെ രാജപാതയിലെത്തിയ നാളു മുതൽ അള്ളാഹു പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതും സ്വഹാബാക്കൾ ജീവിച്ച് കാണിച്ചു തന്നതുമാണ് അവന്റെ പ്രമാണം. അതന്വേഷിച്ച് നടക്കുകയാണ് അവൻ. അതുകൊണ്ട് തന്നെ അവനിക്ക് ഹജറുൽ അസ്വദിനെ സാക്ഷിയാക്കിക്കൊണ്ട് അള്ളാഹിനോട് പറയാൻ അഭിമാനമുണ്ട്. വതസ്ദീഖൻ ബികിതാബിക്, ഒപ്പം വഫാഅൻ ബിഅഹദിക്, നിനക്ക് തന്ന കരാറ് പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് ഞാൻ കരാറ് തന്നിട്ടുണ്ട്. അഷ്ഹദു, ഞാൻ കരാറ് തരുന്നു, ഉറപ്പ് തരുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
എൻ്റെ ജീവിതത്തിൽ ഞാൻ നീയല്ലാതെ വേറൊരാളെയും ഒരു സഹായത്തിനും ഞാൻ വിളിക്കുന്ന പ്രശ്നമില്ല. വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, നീ അയച്ചു തന്ന റസൂൽ മുഹമ്മദിനെ പൂർണ്ണമായി അംഗീകരിച്ചനുസരിക്കാൻ തയ്യാറാണെന്ന് ഞാൻ നിനക്ക് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഉറപ്പ് പാലിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സുന്നത്തിന്റെ വക്താവിനെ സംബന്ധിച്ചിടത്തോളം മാഷാ അല്ലാ എന്തൊരു സന്തോഷമാണ് ആ വാക്ക് ഹജറുൽ അസ്വദിനടുത്ത് പോയി പറയുമ്പോൾ ആജിക്കും അജ്ജുമാക്കും. 4ാമത്തെ വാചകം വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദ്, നിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദിന്റെ സുന്നത്തിനെ പൂർണ്ണമായി ഫോളോ ചെയ്തുകൊണ്ട് അനുകരിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, അഷ്റഫുൽ ഹക്കിനെ മനസ്സിലായതിന് ശേഷം അവന്റെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് സുന്നത്തിനെ വിട്ടിട്ടില്ല. താടി അവൻ ഒഴിവാക്കിയിട്ടില്ല. തുണി അവൻ കൃത്യമായി ഉടുക്കും നിര്യാണിക്ക് മുകളിൽ. അതേപോലെ തന്നെ ഭക്ഷണ മര്യാദകൾ അവൻ പാലിക്കും. രാത്രി എഴുന്നേറ്റ് റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് കരയും. മുഹമ്മദ് മുസ്തഫാനെ മനസ്സിലായതിന് ശേഷം ഇഞ്ചിനിഞ്ചായി ആ പ്രവാചകനെ പിന്തുടർന്ന് ജീവിച്ചവൻ അവിടെ എത്തിയിട്ട് ഹജറുൽ അസ്വദിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുകയാണ്, വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദ്, നിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദിന്റെ സുന്നത്തിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. ലബ്ബൈക് വസഅദൈക്, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടാവും. തീർച്ചയായിട്ടും നീ പറഞ്ഞത് സത്യമാണ്, നീ നിന്റെ ജീവിതത്തെ തെരഞ്ഞെടുത്തവനാണ്, നിന്നെ ഞാൻ സ്വീകരിക്കും. തിരിച്ചാണെങ്കിലോ കളവ് പറയുന്നവനായി അള്ളാഹുവൻ അംഗീകരിക്കും. ലക്ഷങ്ങൾ മുടക്കിയിട്ട് കഅബാലയത്തിന്റെ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ ചെന്നിട്ട് പറയുന്നു, അല്ലാഹുമ്മ ഈമാനം ബിക്. സകല ജാറങ്ങളിലും കയറി ഇറങ്ങി അൽഫാത്തിഹ വിളിച്ചിട്ടാണ് അവൻ ഹജ്ജിന് പോയിരിക്കുന്നത്. സകല ശൈഖന്മാരെയും കൈപിടിച്ച് മുത്തിയിട്ടാണ് ഹജ്ജിന് പോയിരിക്കുന്നത്. പച്ചക്കള്ളം പറയുന്നു അവൻ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്നിട്ട്, നിന്നെ മാത്രം അംഗീകരിച്ചു വന്നവരാണ് ഞാനിന്ന്. ആണോ? അല്ലാഹു അല്ലാതെ പച്ച പെയിന്റിട്ട മുഴുവൻ തൂണിനും പോയിട്ട് സുജൂദ് ചെയ്തിട്ടല്ലേ നീ പോയിരിക്കുന്നത്? രണ്ടാമതായിട്ട് നീ പറഞ്ഞ വാക്ക് എന്താണ്? വതസ്ദീഖൻ ബികിതാബിക്, നിന്റെ പരിശുദ്ധ ഖുർആനിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആണോ? അപരിശുദ്ധ ഖുർആൻ നിന്നോട് വളരെ കൃത്യമായി പറഞ്ഞിട്ടില്ലേ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ ഫമാ ലിസ്സാലിമീന മിൻ അൻസാർ. അല്ലാഹുവിന്റെ ഉലൂഹിയത്തിൽ അല്ലാഹു അല്ലാത്ത ഔലിയാക്കളെ, മഹാന്മാരെ, നബിമാരെ, റസൂലുകളെ, ജിന്നുകളെ, മലക്കുകളെ എന്തെങ്കിലും തരത്തിൽ അല്ലാഹുവിന് അവകാശപ്പെട്ടതിൽ പങ്കാളിയാക്കാൻ മെനക്കെട്ടാ നിനക്ക് നരകം ഹറാമാണ്, സ്വർഗം ഹറാമാണ്, നിനക്ക് നരകത്തിലേക്കാണ് നിന്റെ പോക്ക്. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, ഈ കുരുത്തം കെട്ടവർക്ക് ഒരു സഹായി ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാവൂല. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്, സകല ജാറങ്ങളിലും കയറി ഇറങ്ങിയ അഭയം അവിടെയാണെന്നും പറഞ്ഞിട്ട് ഹജറുൽ അസ്വദിനടുത്ത് പോയിട്ട് നീ പറയുക, ഞാൻ കിതാബിനെ സുന്നത്തിനെ പരിശുദ്ധ ഖുർആനെ സത്യപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന്. കള്ളമാക്കിയിട്ടല്ലേ നീ പറഞ്ഞിരിക്കുന്നത്? ഖുർആൻ അങ്ങനെയൊക്കെ പറയും, നമ്മുടെ ഉസ്താദ് ഇങ്ങനെയാ പറയുന്നല്ലേ നീ പറഞ്ഞത്. ഇവിടുന്ന് അവിടെ പോയിട്ട് പറയാ അല്ലാഹ് നീ പറഞ്ഞതാണ് സത്യം എന്ന്, അല്ലേ? ഇങ്ങനെ ഓരോ വാചകങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പച്ചക്കള്ളം ഹജറുൽ അസ്വദിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞ ഹാജിമാർ, മുവഹിദുകളായ ഹാജിമാർ, ഷിയാക്കളായ ഹാജിമാർ എല്ലാവരും പോയതൊരു സ്ഥലത്തേക്കാൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ലബ്ബൈക അബ്ദി സഅദൈക, ഒരു കൂട്ടരോട് ലാ ലബ്ബൈക വലാ സഅദൈക, നിന്റെ സബ്ബൈക്കയും വേണ്ട നിന്റെ സഅദൈക്കയും വേണ്ട. മറുകൂട്ടരോട് ഏതായാലും നെല്ലും പതിരും തിരിയുന്ന സമയത്തെത്തി. അറഫ കഴിഞ്ഞു, മുസ്ദലിഫ കഴിഞ്ഞു, മിനായും കഴിഞ്ഞു. 25 ലക്ഷത്തോളം വരുന്ന ഹാജിമാർ പൂർണ്ണമായും ഹജ്ജ് നിർവഹിച്ചു. ഇസ്ലാമിക ചരിത്രത്തിലെ യൗവനാവസ്ഥ, ഇബ്രാഹിമി കാലഘട്ടം, മുഹമ്മദ് മുസ്തഫ വരെ ആ കാലഘട്ടത്തെ അല്ലാഹു തആല ചരിത്രപരമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുൽഹജ്ജ് അവസാനിക്കാൻ പോവുകയാണ്. അടുത്ത് ഹസ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെച്ചുകൊണ്ട് മറ്റൊരു ചരിത്രത്തിന് സാക്ഷിയാകാൻ പോവുകയാണ് നാം. മുഹറം മാസം ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബർക്കത്ത് നസീബാക്കി തരട്ടെ. അതിനേക്കാളേറെ അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നസീബാക്കട്ടെ. ഇന്ന് തന്നെ മരിച്ച നാളെ അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ ആളാണിവൻ എന്നും പറഞ്ഞ് അള്ളാഹു നമ്മളെ അടുപ്പിച്ച് നിർത്തി കൂട്ടി ഇണക്കി പിടിക്കുന്ന ആ ചെറിയൊരു സംഘത്തോടൊപ്പം ചേരാൻ എന്താണോ വേണ്ടത്, മരിക്കുന്നതിന് മുമ്പ് ബോധത്തോടു കൂടി തന്നെ നിർവഹിച്ച് ആ സാക്ഷ്യപത്രം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ മഖ്ബൂലിങ്ങളെ കൂട്ടത്തിൽ പെടാൻ എന്താണോ വേണ്ടത്, അള്ളാഹു അത് നമുക്ക് വലിയ തൗഫീഖായി അനുഗ്രഹമായി നമുക്ക് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്.
وصلي على جميع الأنبياء والمرسلين. اللهم الله نشف خلفاء الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عن كل واحدهم وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والغزاة والمسافرين صادرين والدين في بدك وبحرك وجوك أجمعين يا رب العالمين. اللهم أعزنا وأعز الإسلام والمسلمين. اللهم انصرنا وانصر الإسلام والمسلمين. اللهم ألف بين قلوب المسلمين الموحدين وأصلح ذات بينهم يا رب العالمين. اللهم مزق المملكة المشركين الكافرين الحربيين الظالمين اليهود والنصارى والشيعيين بعزتك وقدرتك يا رب العالمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.